പെട്ടെന്ന് വാഹനലോകത്ത് ഒരു പേര് തരംഗമായിരിക്കുകയാണ് ന്യൂ കിയ സെൽറ്റോസ് 2026. സെർച്ച് ട്രെൻഡുകളിൽ നിറഞ്ഞുനിന്ന ഒരുപാട് ചർച്ചകൾക്ക് തുടക്കമിട്ട കോമ്പാക്ട് SUV സെഗ്മെന്റിൽ പുതിയൊരു അധ്യായം കുറിച്ച പേരാണിത്. ഇതൊരു സാധാരണ മോഡൽ അപ്ഡേറ്റ് മാത്രമല്ല, കിയയുടെ ഒരു മാസ എൻട്രിയാണ് ഇത്. പുതിയ 2026 സെൽറ്റോസിന്റെ ആഗോള അവതരണത്തിനായി കിയ ഇന്ത്യയാണ് വേദിയാക്കിയത്. ഡിസംബർ 10 ഇതിന്റെ കർട്ടൻ ഉയർത്തി. കിയ തന്നെ പുതിയത് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വാഹനമാണ് പുറത്തുവന്നത്. ഇത് വെറുമൊരു അപ്ഡേറ്റ് അല്ല, ഒരു കംപ്ലീറ്റ് ജനറേഷൻ ലീപ്പാണ്. എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാനും നിലവിലുള്ള പ്രതീക്ഷകളെ തിരുത്തിയെഴുതാനും കഴിവുള്ള ഒന്ന്. ഈ മാസം തന്നെ ഇന്ത്യയിൽ ഇതിന്റെ ഉത്പാദനം ആരംഭിച്ചു കഴിഞ്ഞു. 2026ഓടെ ലോകമെമ്പാടും വാഹനം എത്തിക്കാനാണ് കിയ ലക്ഷ്യമിടുന്നത്. ഈ തന്ത്രപരമായ നീക്കം വാഹന വിപണിയിൽ വലിയ ചലനങ്ങളുണ്ടാക്കി. ഇതിന്റെ വില, ഫീച്ചറുകൾ, ഹ്യുണ്ടായി ക്രെഡയെപ്പോലുള്ള നിലവിലുള്ള എതിരാളികളുമായി എങ്ങനെ മത്സരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ വലിയ ആകാംക്ഷയാണ് ആളുകളിൽ. എന്തുകൊണ്ടാണ് ഈ ലോഞ്ച് ഇത്രയേറെ ചർച്ചയാവുന്നത്? കിയയുടെ ആഗോള ലക്ഷ്യങ്ങൾക്ക് ഈ പുതിയ സെൽറ്റോസ് ഇത്ര നിർണായകമാവുന്നതെന്തുകൊണ്ട്? നമ്മൾ ഒന്നൂടെ അടുത്തോട്ട് നോക്കുമ്പോൾ 2026 സെൽറ്റോസിന്റെ രൂപമാറ്റം നല്ലപോലെ മനസ്സിലാവും. ഈ പുതിയ തലമുറ സെൽറ്റോസിനായുള്ള കിയയുടെ ഡിസൈൻ ഫിലോസഫി വളരെ വ്യക്തമാണ്. ബോൾഡായൊരു SUV, റോഡിൽ നല്ലൊരു പ്രസൻസ്, ഒപ്പം ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും മികച്ചൊരനുഭവം. പുറംഭാഗം നോക്കുകയാണെങ്കിൽ കൂടുതൽ ഗാംഭീര്യമുള്ള ഒരു രൂപമാണ് സെൽറ്റോസിനിപ്പോൾ. കിയയുടെ സിഗ്നേച്ചർ ഗ്രില്ല് കുറച്ചുകൂടെ വലുതാക്കി ഡിസൈൻ കുറച്ചുകൂടെ മനോഹരമാക്കിയിട്ടുണ്ട്. അത് ഒറ്റനോട്ടത്തിൽ നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റും. കൂടുതൽ സ്ലിമായി, ഷാർപ്പായ മുൻഭാഗത്തെ ലൈറ്റുകൾ നടുക്കിലേക്ക് നല്ല ഭംഗിയായി ചേരുന്നുണ്ട്. മൊത്തത്തിൽ മുൻഭാഗത്തിന് അതൊരു മോഡേൺ ലുക്ക് നൽകുന്നുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ മുഴുവൻ വീതിയിലുള്ള ഒരു ലൈറ്റ് ബാറുണ്ട്. ഇത് SUVയെ കാഴ്ചയിൽ ഒന്നുകൂടെ വലുതാക്കുന്നുണ്ട്. റോഡിൽ അതൊരു പ്രീമിയം ലുക്കും കുറച്ചുകൂടെ ഗംഭീരമായൊരു ഭാവവും നൽകുന്നു. പക്ഷേ ഈ മാറ്റങ്ങളൊന്നും പുറത്ത് മാത്രമല്ല കേട്ടോ. അകത്തേക്ക് വരുമ്പോൾ അഡ്വാൻസ്ഡ് ടെക്നോളജികളുമായി സെൽറ്റോസ് ശരിക്കും ഭാവിയുടെ വാഹനമായി മാറുന്നുണ്ട്. റിമോട്ട് ഡയഗ്നോസ്റ്റിക്സിനെ ഇത് സപ്പോർട്ട് ചെയ്യും. ഏറ്റവും പ്രധാനമായി OTA, അതായത് ഓവർ ദി എയർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും ഇതിലുണ്ട്. ഇത് വാഹനം എപ്പോഴും പുതിയതായും കണക്റ്റഡായും നിലനിർത്താൻ സഹായിക്കും. US പോലുള്ള മാർക്കറ്റുകളിലേക്ക് 195 കുതിരശക്തിയുള്ള ഒരു കരുത്തുറ്റ എഞ്ചിൻ ഓപ്ഷനുണ്ട്. ഇതിനൊപ്പം മെച്ചപ്പെടുത്തിയ ട്രാക്ഷൻ സിസ്റ്റമുള്ള ഓൾ വീൽ ഡ്രൈവും ലഭ്യമാണ്. അകത്ത് കൂടുതൽ ആഡംബരവും സുഖകരവുമായ ഒരു അനുഭവം ഇത് ഉറപ്പാക്കുന്നു. കിയയുടെ ബിഗ്, ബോൾഡ്, പ്രോഗ്രസീവ് എന്ന കാഴ്ചപ്പാടിന് ജീവൻ നൽകുന്നതാണ് ഈ പുതിയ സെൽറ്റോസ്. 2026 സെൽറ്റോസിന്റെ ആഗോള അരങ്ങേറ്റത്തിനും ആദ്യത്തെ നിർമ്മാണ കേന്ദ്രമായും ഇന്ത്യയെ തിരഞ്ഞെടുത്തത് വെറും യാദൃശ്ചികമല്ല, ഇതൊരു ശക്തമായ പ്രഖ്യാപനം തന്നെയാണ്. പുതിയ സെൽറ്റോസിന്റെ ഈ തലമുറയെ ഹൈദരാബാദിൽ നടന്ന ലോഞ്ച് ഇവന്റിൽ നിന്ന് മുന്നിൽ നിന്ന് നയിക്കുന്നത് കിയ ഇന്ത്യയാണ്. ഇന്ത്യൻ SUV വിപണിയുടെ വലിയ പ്രാധാന്യവും ഈ വിഭാഗത്തിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള കിയയുടെ ദൃഢനിശ്ചയവും ഈ തന്ത്രപരമായ തീരുമാനം എടുത്തുകാണിക്കുന്നു. 2025 ഡിസംബറിൽ ഇന്ത്യയിൽ നിന്ന് സെൽറ്റോസിന്റെ ആഗോള ഉത്പാദനം ആരംഭിക്കും. തുടർന്ന് 2026-ൽ ഘട്ടം ഘട്ടമായി ഇത് ലോകമെമ്പാടും എത്തും. കൊറിയ, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ചൈന എന്നിവിടങ്ങളിലെല്ലാം ഇത് ലഭ്യമാകും. ഇങ്ങനെ ഘട്ടം ഘട്ടമായുള്ള ലോഞ്ച്, ഉത്പാദനവും വിതരണവും കൃത്യമായി ക്രമീകരിക്കാൻ കിയയെ സഹായിക്കും. ഓരോ പ്രദേശത്തും വിപണിയിൽ ശക്തമായ ഒരു തുടക്കം ഉറപ്പാക്കാനും ഇത് സഹായിക്കും. ഇന്ത്യയുടെ നിർമ്മാണശേഷിയുടെയും വാഹന നവീകരണത്തിന്റെ ഒരു നിർണായക യുദ്ധക്കളം എന്ന നിലയിലുള്ള ഇന്ത്യയുടെ സ്ഥാനത്തിന്റെയും തെളിവാണ് ഈ നീക്കം. ആഗോള ശ്രദ്ധ നേടുന്ന ഒരു വാഹനം ഈ പ്രധാന വിപണിയിൽ നിന്ന് പുറത്തിറക്കാൻ കിയ ശ്രമിക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുകയാണ്. ലോകമെമ്പാടുമുള്ള കോമ്പാക്ട് SUVകൾക്ക് ഒരു പുതിയ മാനദണ്ഡം സ്ഥാപിക്കാൻ കിയയ്ക്ക് ഇതിലൂടെ സാധിക്കും. പുതിയ 2026 സെൽറ്റോസ് എത്തിയതോടെ ഓട്ടോമൊബൈൽ ലോകത്തെ കോമ്പാക്ട് SUV വിഭാഗത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, മത്സരം ഒന്നുകൂടി ചൂടുപിടിച്ചിരിക്കുകയാണ്. ഇവിടെ സെൽറ്റോസ് എപ്പോഴും ഹ്യുണ്ടായി ക്രെഡയുമായി കടുത്ത മത്സരത്തിലായിരുന്നല്ലോ. ഈ പുതിയ ജനറേഷൻ അപ്ഗ്രേഡ് വന്നതോടെ വാങ്ങാൻ നോക്കുന്നവരും നിരൂപകരുമൊക്കെ ഇപ്പോഴിതാ പ്രതീക്ഷിക്കുന്ന വില, വേരിയന്റുകൾ, എഞ്ചിൻ ഓപ്ഷനുകൾ തുടങ്ങി ഓരോ കാര്യവും സൂക്ഷ്മമായി താരതമ്യം ചെയ്യുകയാണ്. പുതിയ സെൽറ്റോസ് ലോഞ്ച് ചെയ്യുമ്പോൾ 2 പെട്രോൾ എഞ്ചിനുകളും ഒരു ഡീസൽ എഞ്ചിനുമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇതൊരു കിടിലൻ ലൈൻബാണെങ്കിലും ഹൈബ്രിഡ് അല്ലെങ്കിൽ EV പ്ലാനുകളെക്കുറിച്ച് ഇതുവരെ ഒരു സൂചനയും വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യചിഹ്നം, അല്ലെങ്കിൽ ഓൺലൈനിൽ ആളുകൾ ഏറ്റവും കൂടുതൽ തിരയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിന്റെ വിലയെക്കുറിച്ചാണ്. ലോഞ്ച് ചെയ്തതിന് പിന്നാലെ തന്നെ കിയ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും വില വിവരങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ജനുവരി 2-നാണ് ഇതിന്റെ കൃത്യമായ പ്രഖ്യാപനം വരുന്നത്. വില പുറത്തുവിടാൻ കാണിക്കുന്ന ഈ കാലതാമസം ഒരുപാട് ഊഹാപോഹങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. വാങ്ങാൻ നോക്കുന്നവരും ഡീലർമാരും മാധ്യമങ്ങളുമെല്ലാം പുതിയ സെൽറ്റോസ് ഈ കടുത്ത മത്സരത്തിൽ എവിടെയായിരിക്കും സ്ഥാനം പിടിക്കുക എന്ന് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 2026 കിയ സെൽറ്റോസ് വെറുമൊരു പുതിയ കാറല്ല, കിയയുടെ ആഗോള ലക്ഷ്യങ്ങൾക്കായുള്ള ഒരു നിർണായക നീക്കമാണിത്, പ്രത്യേകിച്ച് കുതിച്ചുയരുന്ന കോമ്പാക്ട് SUV സെഗ്മെന്റിൽ. സെൽറ്റോസിന്റെ ആഗോളതലത്തിലെ ആദ്യ അരങ്ങേറ്റത്തിനും ആദ്യ നിർമ്മാണ കേന്ദ്രമായും ഇന്ത്യയെ തിരഞ്ഞെടുത്തതിലൂടെ തങ്ങളുടെ ഭാവിയിൽ ഈ വിപണിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് കിയ വ്യക്തമാക്കുന്നു. കിയയുടെ ആഗോളതലത്തിലെ തന്നെ പ്രധാനപ്പെട്ട SUV മോഡലായ സെൽറ്റോസ് അതിന്റെ കിടിലൻ ഡിസൈനും അഡ്വാൻസ്ഡ് കണക്ടിവിറ്റി ഫീച്ചറുകളും മികച്ച യൂസർ എക്സ്പീരിയൻസുമെല്ലാം കൊണ്ട് മത്സരക്കളം മാറ്റിവരക്കാൻ ഒരുങ്ങുകയാണ്. ഇത് എതിരാളികൾക്ക് കടുത്ത വെല്ലുവിളിയാകുമെന്നുറപ്പാണ്. ജനുവരി 2-ന് ഈ വാഹനത്തിന്റെ മുഴുവൻ വിലയും പ്രഖ്യാപിക്കുന്നതോടെ അതുവരെയുണ്ടായിരുന്ന ഊഹാപോഹങ്ങളെല്ലാം അവസാനിക്കും. പിന്നീട് ചർച്ചകൾ മറ്റു മോഡലുകളുമായുള്ള താരതമ്യങ്ങളിലേക്കും വ്യക്തമായ വിലയിരുത്തലുകളിലേക്കും കടക്കും. ഈ ലോഞ്ച് ഇന്നവേഷനോടുള്ള കിയയുടെ ഉറച്ച പ്രതിബദ്ധതയും ആഗോള SUV മാർക്കറ്റിൽ വലിയൊരു ഷെയർ പിടിക്കാനുള്ള അവരുടെ ശക്തമായ നീക്കവുമാണ് കാണിക്കുന്നത്. നമ്മളെപ്പോലുള്ള ഉപഭോക്താക്കൾക്ക് ഒത്തിരി ഫീച്ചറുകളുള്ള ആകർഷകമായ ഒരു പുതിയ ഓപ്ഷനാണ് ഈ സെൽറ്റോസ്. അതേസമയം എതിരാളികൾക്ക് ഇതൊരു വ്യക്തമായ സൂചനയാണ്, കളി മാറിയിരിക്കുന്നു. പുത്തൻ സെൽറ്റോസ് കാര്യങ്ങൾ ഗൗരവമായി തന്നെ കളിച്ച് ഒരു കോമ്പാക്ട് SUVയുടെ സാധ്യതകൾക്ക് പുതിയൊരു നിലവാരം തന്നെയാകും നിശ്ചയിക്കുക.